ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടൻ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകും കായികപരമായിട്ട് പോകും. നിയമപരമായിട്ടും കായികപരമായിട്ടും ഇവരെയൊക്കെ കൊണ്ട് ഞാൻ പോയി തല്ലിപ്പിക്കണോ? അവ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങൾ ചേട്ടൻ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചു, നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. എന്തിനാ എന്നെ വെറുതെ വന്നാൽ ഞാൻ ആദ്യം പോയി അടി കൊടുക്കും, എന്നിട്ട് ഞാൻ പോയി കേസ് ആണോ? ഞാൻ അതെ, നമ്മൾ ആദ്യം കൈകരമായി നേരിടേണ്ടപ്പോ ആണോ? എന്റെ അഭിപ്രായം ഞാൻ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടു. ചേട്ടാ ഇപ്പം വിനീതേട്ടനായിരുന്നു തേർന്ന് വേണ്ടിട്ട് വന്നത്. ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീതേട്ടൻ ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യും? അതിന് ഞാൻ ഇത് സംഭവം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്ന പോലെയുള്ള എന്റെ ചോദ്യമൊക്കെ അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻചേട്ടന്റെ പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യും? നിന്റെ ചാലയാ പൊട്ടിക്കും. എന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോല്ലേ നിനക്കോടുള്ള എല്ലാ തരയും കിട്ടുക. എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണ്. അവൻ അറ്റ്ലീസ്റ്റ് വളരെ ബുദ്ധിപരമായിട്ട് പല ചോദ്യം അവൻ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട്. അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നല്ലേ, കൊച്ചിയിലുണ്ടല്ലേ? ഇത് കൂട്ടേണ്ടി വരുന്നു. ഇങ്ങനെ ചോദിച്ചതിന് നിന്നെ ഞാൻ കായികമായി നേരിടണം. എന്നെ ഇല്ലാത്ത എന്നെ പിടിച്ചിട്ട് ഇതുപോലത്തേക്ക് വിളിച്ചു. ഇല്ലാത്തൊരു കാര്യങ്ങൾ വരിക. അത് വരുമ്പോ ആലോചിച്ചാ പോരെ. പോയിട്ട് ഒരാളെ തല്ലാനോ വിളിക്കാനോ കാര്യമുണ്ടോ? നമുക്ക് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റൂ. ഞാനിപ്പോ കായികപരമായി പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവർ വേറെ കേസ് എടുക്കില്ലേ? കൈ ഷൂട്ടിനിടയിൽ ലുക്മാൻ എവിടുന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ ചവിട്ടിയപ്പോൾ ഞാൻ തെറിച്ചു പോയി, കൈ കുത്തി വീണപ്പോൾ ഇവിടുത്തെ റിസ്റ്റ് പൊട്ടി. CT സ്കാൻ എടുത്തപ്പോൾ ഒരു സർജറി വേണമെന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞു. എനിക്കറിയണ്ട, എനിക്ക് ഇതിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് തന്നെ ഞാൻ അറിയണം. ചേട്ടയാ ഞങ്ങളെല്ലാവരും നിന്റെ കാര്യം പറഞ്ഞാണോ? അതാണോ ഒരു മാന്യതയില്ലാത്ത ചോദ്യം? ഒരേ മുഖം എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറായിരുന്നു. അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ നീ എഴുതി കൊണ്ടെത്താ ഞാൻ ചെയ്യാൻ ശക്തമായിട്ടുള്ള ക്യാരക്ടർ ആരും കൊണ്ടു തരട്ടെ. ഇതൊക്കെ കഴിഞ്ഞ നീ മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാൻ. എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഇല്ലല്ലേ? അല്ലല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുന്ന തന്നെ പഴയ സംഭവം, ആക്രമിക്കപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് വളരെ വളരെ കുറച്ച് വൈകിപ്പോയില്ലേ സത്യം പറഞ്ഞാൽ. എത്രയോ വർഷം കഴിഞ്ഞല്ലേ ഈ കമ്മിറ്റി ഇതുപോലെ റിപ്പോർട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണത്തിന് സിനിമ ഇറങ്ങുന്ന അങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഒന്ന് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായത് കാരണം സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു, ബാബുവിനെതിരെ ആരോപണം വരുന്നു. അപ്പോൾ അമ്മ സംഘടനയുടെ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് അപ്പുറം ആ സംഘടനയ്ക്കൊക്കെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് വരുന്ന സിനിമകളും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഷൂട്ടിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിസന്ധി ഒന്നും ഇല്ല. പക്ഷെ മൊത്തത്തിൽ ഇതൊരു ചർച്ചയാവുകയും ആൾക്കാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും ഒരു എന്താ പറയണ്ടത്, ഒരു ചീത്തപ്പേരുണ്ടായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാൽ. അപ്പം സ്വാഭാവികമായിട്ടും ആ സംഘടന അടക്കം ഡിസോൾവ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ സംഘടനയല്ല
ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ ഒരു മോശം അവസ്ഥ വന്നല്ലോ. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സിനിമ എന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു മോശം, ഇത് എല്ലാവരെയാണ് ബാധിക്കുന്നത്. നമ്മളുൾപ്പെടെയുള്ള ഫ്രറ്റേണിറ്റിയിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഇത് പല അലിഗേഷൻസ് നമ്മുടെ എൻ്റെ ഇൻഡസ്ട്രി. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ നമ്മളോട് അടക്കം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതുമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് അടക്കം ആൾക്കാരുടെ അപ്രോച്ച് ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമാണ്. ഇപ്പം പുറത്ത് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ നമ്മളെ കാണുന്ന വേറെന്തോ രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ഒരു മങ്ങലേറ്റിട്ടുണ്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക്. അല്ലാതെ വരുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ആൾക്കാർ അതിൻ്റെ പേരിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് പ്രശ്നം നടക്കുന്നതിനിടയിലൂടെ ഇവിടെ 2 സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടി. ഒന്ന് വാഴയും തിയേറ്ററിൽ അപ്പോഴും അതൊന്നും കളക്ഷനൊന്നും ബാധിച്ചിട്ടില്ല. വാഴ അപ്പോഴും വലിയ ജനത്തിരക്കോടുകൂടി തന്നെ ആഴ ഓടി, നുണക്കുഴി ഓടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമയിൽ കാണാൻ വരുന്നതോ ഒന്നും നമ്മളിൽ നിന്നും ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ സംഭവം. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരികയും, ഇപ്പോൾ കോടതി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, വരികയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പുകമറ മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴേക്കെല്ലാം വരുന്നുള്ളതാണ് ഒരു വിശ്വാസം. കുറച്ചു കാലം എന്താണെങ്കിലും ഒരു ഇതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ടല്ലോ, ഇതിൻ്റെ പുറകിൽ ഇത് അന്വേഷണമായിട്ട് മീഡിയ പ്രത്യേകിച്ച് അതിൻ്റെ പുറകെയാണല്ലോ അന്വേഷിക്കാൻ. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഗോകുൽ സുരേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് കാസ്റ്റിൽ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറുടെ മകന് പോലും ഇങ്ങനെ ഒരു സംഭവം ഫിലിം വീട്ടിലുണ്ടായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഷോക്കായിരുന്നു. അതിനെങ്ങനെ എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? സാധാരണ ആളുകൾക്കാണെങ്കിൽ പിന്നെയും നമുക്ക് പറയും ആളുകൾക്കൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പോയി പറയാൻ. പക്ഷെ ഒരു സുരേഷ് ഗോപിയുടെ മകൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞപ്പോഴത്തേക്കും അത് ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാസ്റ്റിംഗ് കൗച്ച് ആയിരിക്കട്ടെ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മളിതിനെ കാരണം ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമുക്ക് പരിചയമുള്ള നമുക്ക് സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ പലർക്കും അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് മോശമായിട്ടുള്ള. എനിക്കറിയാവുന്ന എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളും അവർക്കൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലരും പക്ഷേ ഇതിൻ്റെ പുറകെ നടക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടും പേടിച്ചിട്ടും ഒക്കെ പലരും പുറത്ത് പറയില്ല. പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി വരുമ്പോഴേക്കും അവർക്കൊരു ധൈര്യമായി ഇതൊക്കെ പുറത്ത് പറയാനും. ഇപ്പോൾ സിനിമ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വർഷം 100, 130, 140 സിനിമകൾ നടക്കുന്നുണ്ട്. അതിലും മെയിൻ സ്ട്രീം സിനിമകളുണ്ട്, നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബി സി എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പം പൊതുവെ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കൗച്ച് വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം. അതൊന്നും ഇല്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഈ ചൂഷണമുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാ മേഖലയിലുണ്ട്. പക്ഷേ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പം നമ്മളിപ്പോൾ പലരുടെയും ദുരവസ്ഥയും അവരനുഭവിച്ചതുമാണ് അവർ ഹേമ കമ്മിറ്റിയിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം വേറൊരാൾക്ക് അനുഭവം ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അത് അനുഭവിച്ചവരാണല്ലോ പോയി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ പലരും പറയുന്ന കേട്ടോ, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ അവർക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ബാക്കിയുള്ളവർക്കില്ല എന്നുള്ളതാണ്. ഉണ്ടായ ആൾക്കാരാണല്ലോ ഈ കമ്മിറ്റിയിലൊക്കെ പോയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അവരൊക്കെയാണല്ലോ അവരുടെ വിഷമം പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ഇതിനൊരു അന്വേഷണം വരണം, ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാർ പുറത്തോട്ട് വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. കാരണം ഇങ്ങനെ കുറച്ച് പേര് കാരണം പല എൻറ്റയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കാണ് ഒരു മോശം പേരും. സിനിമ എന്ന് പറഞ്ഞ മേഖല തന്നെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമ ഫ്രറ്റേണിറ്റി തന്നെ ഇങ്ങനെയാണെന്നാൽ മൊത്തത്തിലൊരു ചീത്തപ്പേര് വരും. പിന്നെ ഇതിനകത്തുള്ളൊരു സംഭവം, ഞാൻ ഭാഗമായിട്ടുള്ളൊരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ ഒരു സിനിമയ്ക്ക് ഞാനും അജു ഒക്കെ ഉള്ളൊരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് ഇട്ടു. കാസ്റ്റിംഗ് കൗച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തിരുന്നു അവർ. അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് പ്രൊഡക്ഷൻ്റെ ഏതൊരാളുടെ നമ്പറാണ് കൊടുത്തിരുന്നത്. പിന്നെ ആ നമ്പറിലോട്ട് കുട്ടികൾ മെസ്സേജ് അയക്കുകയും മെയിലിലോട്ട് ഫോട്ടോ അയക്കുകയൊക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ ഇവർ സംസാരിച്ച് തുടങ്ങി. പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഈ കുട്ടികളെടുത്ത് 1-2 പേരെടുത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വോയിസ് നോട്ടുകൾ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ്, ഞാനും ഈ പറയുന്ന പുള്ളിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്കൊക്കെ കൂടെ വേണ്ടി, അവരൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരാണ്, അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യേണ്ടി വരും. നമുക്കിതുമായിട്ട് യാതൊരു ബന്ധമോ ഒരു ഇതുമില്ല. അങ്ങനെ ഇതൊരു കംപ്ലയിൻ്റ് ആവുകയും അന്ന് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണൻ, ഉണ്ണിയേട്ടൻ അജുവിനെ വിളിച്ച് പറയുകയും ബി രാകേഷേട്ടനെ വിളിച്ച് പറയുകയും അങ്ങനെ ഇത് വിളിച്ചിട്ട് നമ്മളുൾപ്പെടെ എന്ന് വെച്ചാൽ ഒരു കാര്യമല്ലാണ്ട് നമ്മളെ പേര് വലിച്ചിടുക,
കാരണം നമ്മൾ ഈ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും, കോംപ്രമൈസ് വേണ്ടി വരും എന്നുള്ളത്. അത് നമ്മൾ അപ്പം തന്നെ അവരെ വിളിച്ച് പറയുകയും ആ പടമേ നമ്മളന്ന് ഈ ഒറ്റ കാരണത്തിൻ്റെ പുറത്ത് നമ്മൾ ആ പടമേ വേണ്ടെന്ന് വെച്ചു. കാരണം സിനിമയിൽ വരുന്ന കുറേ പേർക്ക് അങ്ങനെ ഉദ്ദേശം പല പല ഉദ്ദേശങ്ങളാണ് പലർക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു ഉദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ അടുപ്പിക്കാതിരിക്കുക. നേരത്തെ മോള് പറഞ്ഞ പോലെ ഇതെന്ന് വെച്ചാൽ നിനക്കതിപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റി, ഓക്കെ, നീ ചിലപ്പോൾ തല്ലിയിട്ട് വരും. അങ്ങനെയല്ലല്ലോ, ബാക്കി എല്ലാവർക്കും അതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ അവസ്ഥയിൽ ചിലപ്പോൾ പെട്ടെന്ന് പകച്ചു പോവും, പേടിച്ചു പോവും. ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ ഈ കേസ് പലരുടെയും പഠിക്കുന്ന ഈ കേസിനെതിരെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ഇതിൻ്റെ പുറകെ പോകേണ്ടി വരും, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. അപ്പോൾ പേടിച്ചിട്ടാണ് ഇവരൊന്നും പലപ്പോഴും പറയാത്തത്. പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി വന്നതുകൊണ്ട് എന്തുകൊണ്ടും നന്നായി. ഇത്രയും കാലം എടുത്തെങ്കിൽ പോലും എന്തായാലും ആ പുകമറ മാറി റിപ്പോർട്ട് പുറത്തു വരട്ടെ. ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെയാണെങ്കിലും ആർക്കൊക്കെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള അവർക്കൊക്കെ നീതി ലഭിക്കട്ടെ എത്രയോ ആഗ്രഹിക്കുന്നു. വേറെ ജീവിതത്തിന്റെ ഒരുപാട് ഭാഗം ചിലവഴിച്ച ട്രിവാൻഡ്രത്ത് എന്നൊരു താരമായിട്ട് ആദ്യത്തെ ഉദ്ഘാടനത്തിൽ വരുമ്പോൾ എന്ത് തോന്നുന്നു? ചോദ്യം കേട്ടോ, എന്താ തോന്നണ്ടേ? അഭിമാനം, വേറെന്താ? രോമാഞ്ചം കൈ ഒടിഞ്ഞ് രോമാഞ്ചം വരാനാണെങ്കിൽ കൈ ഒടിഞ്ഞിരിക്കുക. അല്ലടാ, അതാ പറഞ്ഞേ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, നാളെ നീയും ഇതുപോലെ ഒരു ലെവലിലെത്തും എന്നെ പോലെ.